ഞാനുണ്ടല്ലോ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു വീഡിയോ കണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാനപ്പോൾ അത് നോക്കി. ആപ്പിൾ പാൻകേക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആപ്പിൾ പാൻകേക്ക് കേൾക്കണേ. പാൻകേക്ക് കേട്ടിട്ടുണ്ട്, പക്ഷെ ആപ്പിൾ പാൻകേക്ക് ഫസ്റ്റ് ടൈമാണ് കേൾക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം. ഞാൻ നോക്കിയപ്പോൾ ആപ്പിൾ വീട്ടിലുണ്ട്, അതുപോലെ തന്നെ അതിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്താ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പാൻകേക്ക് ഉണ്ടാക്കിയിട്ടില്ല, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പാൻകേക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ പാൻകേക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തത് സൂപ്പറായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെയും പാൻകേക്ക് ട്രൈ ചെയ്തിട്ടേ ഇല്ല, മീൻസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആപ്പിൾ പാൻകേക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആപ്പിൾ പാൻകേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എനിക്ക് അറിയത്തില്ല ഇത് സക്സസ് ആവുമോ അതോ വൺ ഫ്ലോപ്പ് ആയിരിക്കുമെന്ന്. എന്തായാലും നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ കണ്ട വീഡിയോയിൽ ഇതിൻ്റെ എത്ര ക്വാണ്ടിറ്റി വേണം അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് തോന്നുന്ന ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കുന്ന ആർക്കാണ് ഇഷ്ടമല്ലാത്ത. അപ്പോൾ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാണ്. ഫ്ലോപ്പ് ആണെങ്കിൽ എന്നെ ഒന്നും പറയില്ല. ബട്ട് എന്തായാലും ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കത്തുള്ളൂ. കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം ആപ്പിൾ പാൻകേക്ക് വെറൈറ്റി ആയിട്ടും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണം. അതുമല്ല എനിക്കറിയത്തില്ല എൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. ആപ്പിൾ എനിക്ക് ജ്യൂസ് വലിയൊരു എന്താ പറയുക, എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ആപ്പിൾ കഴിക്കാൻ ഇഷ്ടം. പക്ഷെ ജ്യൂസ് അടിച്ചൊന്നും വലിയൊരു ഫാനല്ല ഞാൻ ആപ്പിൾ ജ്യൂസിൻ്റെ ഒന്നും. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഇതിപ്പം ആപ്പിൾ പാൻകേക്ക് എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നോക്കി നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ജന. വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് വെച്ചാൽ പാല് വേണം, മുട്ട വേണം, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആപ്പിൾ വേണം, പിന്നെ നല്ല പഴുത്ത പഴം വേണം. അപ്പം ഇതൊക്കെയാണ് നമുക്കിത് വേണ്ടത്. പിന്നെ നമ്മൾ കുറച്ച് പഞ്ചാര ആഡ് ചെയ്യും. അപ്പോൾ പാലെടുത്തു, മുട്ട എടുത്തു, നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുക്കണം. ഇനിയുണ്ടല്ലോ നമ്മളിതാ ഈ മിക്സിയിലെ ജാറെടുത്ത് ഇതിലോട്ട് ഈ ഒരു ആപ്പിളും പിന്നെ ഈ പഴം നല്ല പഴുത്ത പഴമാണ്, ഇതിൻ്റെ ഹാഫേ നമ്മൾ ഇതിലിടുള്ളൂ. ഈ ആപ്പിളും ഇതിൻ്റെ ഹാഫും കൂടെ ആയിട്ട് നമ്മൾ മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കും. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ തൊലി കളഞ്ഞാണ് എടുക്കുന്നത്. തൊലിയും അകത്ത് ആ കുരുവിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് പീസാക്കിയാണ് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നത്. നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ ഈ ഒരു ഹാഫാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനെ നമ്മൾ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഇതിലോട്ടിടണം. നല്ല പഴുത്ത പഴമാണേ. നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല, പാലോ വെള്ളമോ ഒന്നും ഒഴിച്ചിട്ടില്ല. ഈ ഒരു പേസ്റ്റ് നമ്മളിതാ ഈ പാലും മുട്ടയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. കല്ലിലോട്ട് നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളൊരു നല്ല മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഫ്ലേവർ ആഡ് ചെയ്യാം. ചോക്ലേറ്റ് കുറച്ച് ആഡ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം. പിന്നെ വാനില എസൻസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പം അതൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം വാനില എസൻസ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് മുട്ടയുടെ സ്മെല്ല് വല്ലതും മാറാനായിട്ടൊക്കെ നമുക്ക് ഈ വാനില എസൻസ് നല്ലതാണ്. കല്ല് നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഇതിലോട്ട് വെച്ച് ഒരെണ്ണം ആദ്യം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെന്തിങ്ങനെ വന്ന്. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് വളരെ വലിയൊരു ഫ്ലോപ്പായി മാറിയിട്ടുണ്ട്.
ഇതെന്ത് പറ്റി ഇങ്ങനെ? പാൻ കേക്ക് വളരെ വലിയൊരു ഫ്ലോപ്പായി കേട്ടോ. ഇത് ദോശ പോലെയായി. നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് ഭയങ്കര വലിയൊരു ഫ്ലോപ്പായിപ്പോയി. എവിടെയാ മിസ്റ്റേക്ക് പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത ക്വാണ്ടിറ്റിയിൽ പറ്റിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷെ ഞാൻ ഭയങ്കര പ്രതീക്ഷയിലാണ് കേട്ടോ ചെയ്തത്. ആപ്പിൾ പാൻ കേക്ക് എന്ന് കണ്ടപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അറിയത്തില്ല, ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. നിങ്ങൾ ആരെങ്കിലും ആപ്പിൾ പാൻ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ റെസിപ്പി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഞാനെങ്കിൽ വീണ്ടും ഞാൻ ട്രൈ ചെയ്യും. കാരണം എനിക്ക് എന്താ അറിയത്തില്ല, അത് കണ്ടപ്പോൾ ഒന്നുകൂടി ട്രൈ ചെയ്യണമെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഉണ്ടാക്കി പോകണ്ടല്ലോ, അത് ദോശമാവിൻ്റെ പോലെ ആയിപ്പോയി. ചിലപ്പം പാല് കൂടുതൽ ആഡ് ചെയ്ത് തന്നെ ആയിരിക്കും. പക്ഷെ എങ്കിലും പാലും എല്ലാം ഒരു കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എടുത്താൽ അതൊരു തിക്കായിട്ട് വരില്ല. ദോശമാവിൻ്റെ അതേപോലെ വരത്തുള്ളൂ. നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ സക്സസ് ആയില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, എൻ്റെ ഒരു സമാധാനത്തിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.